ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? മണിച്ചേട്ടൻ്റെ കൂടെയുള്ള എന്തെങ്കിലും മറക്കാനാവാത്ത മണിച്ചേട്ടൻ ഒരു ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഓപ്പൺ ഒരു മൈൻഡാണ്. മനുഷ്യനാണ്. ഈ ഹൃദയ വികാരങ്ങളെ സ്ഫുടം ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിൽ തോന്നിയത് പറയുകയും മനസ്സിൽ തോന്നിയ വികാരങ്ങൾ കണ്ണുകളിൽ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു സങ്കടമൊക്കെ കണ്ടാൽ പെട്ടെന്ന് കരയാനും അല്ലെങ്കിൽ സന്തോഷം വന്നാൽ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാനും അങ്ങനത്തെ ഒരു പച്ച മനുഷ്യനായിട്ടാണ്. ഭയങ്കര സെൻസിറ്റീവായിട്ട്. അദ്ദേഹത്തിൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചേട്ടാന്ന് എന്നെ ഇക്കാന്ന് വിളിക്കണേട്ടാ. അങ്ങനെ വിളിക്കുന്ന രണ്ടുപേര്, ഒന്ന് ജാസി ചേട്ടൻ അങ്ങനെ വിളിക്കുള്ളൂ, ശരിയാ. അത് വേറെ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചേട്ടൻ ഇത് എൻജോയ് ചെയ്യണം എപ്പോഴാണെന്ന് ചോദിച്ചു. ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇക്ക ഞാൻ പുറത്ത് കന്നഡയിലും തെലുങ്കിലും ഒക്കെ ഒരു 1.5 മാസമൊക്കെ പോയി വർക്ക് ചെയ്യും. വർക്ക് ചെയ്തിട്ട് അടിയും ഇടിയും തൊഴിയും അവിടുത്തെ സ്റ്റണ്ടും ഫൈറ്റൊക്കെ അങ്ങനെയാണല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തം നാടായിട്ടുള്ള ചാലക്കുടിയിൽ വരും. ചാലക്കുടിയിൽ വന്നിട്ട് എൻ്റെ ഒരു ബൈക്ക് എടുത്തിട്ട് നമ്മുടെ സിൽബന്തികളൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങി അവിടുത്തെ ഒരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിൽ ഒരു വലിയൊരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ ഇങ്ങനെ കാല് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് 2 ഓംലെറ്റും വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാലക്കുടി ടൗണിൻ്റെ അവിടെ ഒരു ബ്ലോക്ക് വരും. വാഹനങ്ങളൊന്നും ഇങ്ങനെ ബ്ലോക്കാവും. ആ ബ്ലോക്കിൽ കിടക്കുന്ന അന്യസംസ്ഥാന വിനോദയാത്രികരിൽ കുറേ പേര് അവരുടെ നാട്ടിൽ ഫേമസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിലെ വില്ലനോ നായകനായിട്ടൊരു മനുഷ്യനായിട്ട് നിന്നാണ് ആ ഓംലെറ്റ് കഴിക്കുന്നത്. മനസ്സിലായ? അതാണ് അവർ നോക്കി ഒരു പ്രാവശ്യം നോക്കിയിട്ട് പിന്നത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബസ് കിലുക്കിക്കൊണ്ടുള്ള എക്സ്പ്രഷനാണ്. അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ടെന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരിൽ പറയണത്.